ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ വിധിയുടെ ഉള്ളടക്കം ചോർന്നെന്ന ആരോപണത്തിൽ കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ പ്രസിഡന്റിനെ തള്ളി അഭിഭാഷക അസോസിയേഷൻ. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അറിവോടെയല്ല ചീഫ് ജസ്റ്റിസിന് പ്രസിഡന്റ് കത്തയച്ചതെന്ന് അസോസിയേഷൻ. ജഡ്ജിമാർക്ക് ചോദ്യം ചെയ്യപ്പെടാനാകാത്ത വിശ്വാസ്യതയുണ്ടെന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടത്, അത് തള്ളുകയാണോ അസോസിയേഷൻ? ഗോകുല അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് യശ്വന്ത് ഷേണായിയാണ് കഴിഞ്ഞ ദിവസം ചീഫ് ജസ്റ്റിസിന് ഒരു പരാതി നൽകിയത്. അതിലൊരു അന്വേഷണം വേണമെന്നുള്ളതായിരുന്നു ആവശ്യം. അദ്ദേഹത്തിന് ഒരു ഊമക്കത്ത് ലഭിച്ചു. നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി അത് വരുന്നതിന് മുൻപ് തന്നെ പുറത്ത് ചോർന്നു പോയി എന്നതായിരുന്നു ആ ഊമക്കത്തിൽ ഉള്ളടക്കം. ഇതിൽ ഹൈക്കോടതി ജഡ്ജിമാരുടെ അടക്കം പേരുകൾ ഉണ്ടായിരുന്നു ആ ഊമക്കത്തിൽ. അതിലൊരു അന്വേഷണം വേണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. അത് പക്ഷേ അദ്ദേഹം അയച്ച കത്തിനെ പൂർണ്ണമായും തള്ളുകയാണ് അഭിഭാഷക സംഘടനയിലെ ഒരു വിഭാഗം. അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അറിവോടെയല്ല അത്തരത്തിലൊരു കത്ത് പ്രസിഡന്റ് അയച്ചതെന്നാണ് അഭിഭാഷക കമ്മീഷൻ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ള വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഒപ്പം ജഡ്ജിമാരുടെ അവരുടെ സുതാര്യതയും വിശ്വാസ്യതയും ഒന്നും ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം നിലവിലില്ല എന്നും ആ അഭിഭാഷക അസോസിയേഷൻ വ്യക്തമാക്കുന്നുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് അഭിഭാഷക സംഘടനയിലെ ഭിന്നിപ്പാണ്. കഴിഞ്ഞ മാസവും സമാനമായ രീതിയിൽ യശ്വന്ത് ഷേണായി ചീഫ് ജസ്റ്റിസിന് കത്തയച്ചിരുന്നു. മറ്റ് ജഡ്ജിമാരെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് അസോസിയേഷനിലടക്കം ചില ജഡ്ജിമാർ ഇടപെടാൻ ശ്രമിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആ കത്തയച്ചത്. പക്ഷെ പിന്നാലെ തന്നെ അസോസിയേഷൻ തള്ളിയിരുന്നത് പ്രസിഡന്റിന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നത്. അഭിഭാഷക അസോസിയേഷനിലെ ഭിന്നതയാണ് ഈ കത്തോടുകൂടി മറന്നേക്ക് പുറത്തു വരുന്നത്. ഗൂഗിൾ. ശരി, വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.